11 വയസ്സുള്ള ഒരു ടീനേജ് ആൺകുട്ടിയാണ് നമ്മുടെ ഹീറോ ആയ ഒറിയോൺ. ഈ പ്രായത്തിലുള്ള കുട്ടികളുടേതുപോലെ ഇവനും ഒട്ടുമിക്ക കാര്യങ്ങളിലും പേടിയാണ്. ക്ലോസറ്റിലിരിക്കുമ്പോൾ ക്ലോസറ്റ് പൊട്ടിത്തെറിച്ച് സുനാമി ഉണ്ടാകുമോ എന്നുള്ള പേടി. ക്ലാസ്സിലെ ടീച്ചർ ചോദ്യം ചോദിച്ചാൽ അതിനുത്തരം പറഞ്ഞ് തെറ്റായി പോയാൽ കുട്ടികൾ തന്നെ കളിയാക്കുമോ എന്നുള്ള പേടി. ഇതൊക്കെ സ്വാഭാവികമാണെന്ന് വിചാരിക്കാം. ഫോൺ ചെയ്യുമ്പോൾ റേഡിയേഷൻ അടിച്ച് മരിച്ചു പോകുമോ എന്നുള്ള പേടി, ഗെയിം കളിച്ചാൽ തലയിടിക്കുമോ എന്നുള്ള പേടി, സ്കൂളിലെ റൗഡി പയ്യനായ ജാക്ക് തന്നെ ബുള്ളി ചെയ്യാൻ വന്ന ഇവനെങ്ങാൻ തിരിച്ചടിച്ച് ജാക്കിന്റെ കണ്ണ് ബ്രെയിനിലോട്ട് കയറിപ്പോയി അവന് ഗുരുതരമായ അപകടമുണ്ടാകുമോ എന്ന പേടി എന്ന് വേണ്ട പട്ടി, പൂച്ച, തേനീച്ച, മുടിവെട്ടുന്ന ബാർബർ, അങ്ങനെ എല്ലാത്തിനെയും ഒറിയോണ് പേടിയാണ്. ഇവന് പേടിയുള്ള സംഭവങ്ങളുടെ പിക്ചറൊക്കെ തന്നെ ഒറിയോൺ ഒരു ബുക്കിൽ വരച്ചു വെച്ചിട്ടുണ്ട്. ആ ബുക്കിൽ തന്റെ ഫോട്ടോ കണ്ട ജാക്ക് ഒറിയോണിനെ കളിയാക്കി ചിരിച്ചു പോവാണ്. ഇപ്പൊ ഇവരുടെ സ്കൂളിൽ നിന്ന് പ്ലാനറ്റോറിയത്തിലേക്ക് ഒരു ട്രിപ്പ് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ പ്ലാനറ്റോറിയത്തിലേക്ക് പോയി അവിടെ വെച്ച് എന്തെങ്കിലും അപകടം ഉണ്ടായാലോ എന്നുള്ള പേടി കാരണം കൊടുത്തുവിട്ട സമ്മതപത്രം വരെ ഒറിയോൺ സ്കൂളിലോട്ട് കൊണ്ടുവന്നിട്ടില്ല. അവന് പ്ലാനറ്റോറിയം കാണാൻ ആഗ്രഹമില്ല എന്നാണ് ഒറിയോൺ പറയുന്നത്. ഇവന്റെ ക്ലാസ്സിലെ ഷെല്ലി എന്ന പെൺകുട്ടിയെ നമ്മുടെ ഒറിയോണിന് ഇഷ്ടമാണ്. പക്ഷെ പേടി കാരണം ഇതുവരെ പ്രപ്പോസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഷെല്ലി തന്നെ ഒറിയോണിനോട് വന്നിട്ട് പ്ലാനറ്റോറിയത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒന്നിച്ചിരിക്കാം എന്ന് പറയുമ്പോൾ താൻ ഇതുവരെ ഇഷ്ടം പോലെ അവളോട് തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ തന്റെ പേടി കാരണം എന്ന് ഒറിയോൺ ഓർക്കുന്നുണ്ട്. വീട്ടിലെത്തുമ്പോൾ അച്ഛനും അമ്മയും അവനോട് നീ എന്താ സമ്മതപത്രം കൊണ്ടുപോകാഞ്ഞ് എന്ന് ചോദിക്കാണ്. അങ്ങനെ പോയാൽ ശരിയാവത്തില്ല, എനിക്ക് പേടിയായെന്ന് ഒറിയോൺ പറയുന്നു. ഇത്രയും നേരം നമ്മൾ കേട്ടത് ഒറിയോണ്ട് ഒരുമാതിരി പേടി വെട്ട കാര്യങ്ങളാണ്. പക്ഷെ അവൻ ഏറ്റവും കൂടുതൽ പേടിയുള്ളത് ഒരു കാര്യത്തോടാണ്, ഇരുട്ട്. അതുകൊണ്ട് തന്നെ രാത്രിയായി കഴിഞ്ഞ അച്ഛനും അമ്മയും എന്നും അവനും കഥ പറഞ്ഞു കൊടുക്കണം. കഥ പറഞ്ഞ് അവൻ ഉറങ്ങുന്നത് വരെ അവർ കൂട്ടിയിരിക്കണം. പക്ഷെ ഇപ്പൊ അവന് 11 വയസ്സായി, അത്യാവശ്യം വലിയ കുട്ടിയായി. അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും അവനോട് പറയാണ്, മോൻ ഉറങ്ങാൻ ശ്രമിക്കാം, പറ്റുന്നില്ലെങ്കിൽ ഞങ്ങൾ വരാമെന്ന്. അച്ഛനും അമ്മയും പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കറണ്ട് പോവാണ്. പേടി എന്ന് പറഞ്ഞ ഒടുക്കത്തെ പേടിയാണ് അവന് ഇരുട്ടിനോട്. അവൻ കുറേ നേരം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ പേടി മാറുന്നില്ല. അങ്ങനെ അവൻ ഇരുട്ടിനെ ശപിക്കുകയാണ്, എന്തിനാ എന്നെ ഇങ്ങനെ പേടിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ റൂമില് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ശബ്ദം അവന് കേൾക്കുന്നുണ്ടായിരിക്കും. അവൻ അവിടെ ഇവിടെയൊക്കെ ടോർച്ച് അടിച്ചു നോക്കും. അപ്പോഴാണ് അവന്റെ അടുത്തോട്ട് ഒരാൾ വരിക, മിസ്റ്റർ ഡാർക്ക്, അതായത് ഇരുട്ട്. അവനോട് ഒന്ന് ചോദിക്കുകയാണ്, എടാ കൊച്ചനെ, ഞാൻ നിന്നെ എന്തോ ചെയ്തിട്ടാടാ നിനക്ക് എന്നെ ഇത്ര പേടി? ഞാൻ നിന്നെ ഉപദ്രവിച്ചോ? നിനക്ക് എന്തിനാ ഇത്ര പേടിയാവുന്നേ? നീ ഒരു കാര്യം ചെയ്യ്, എന്റെ കൂടെ വാ. ഞാൻ ആരാണെന്ന് അറിഞ്ഞാലെങ്കിൽ കൂടിയും നിനക്ക് എന്നോടുള്ള പേടി മാറിയാലോ. പക്ഷെ നമ്മുടെ ഒറിയോണാണെങ്കിൽ പോ 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 എന്നും പറഞ്ഞ് ഇങ്ങനെ പേടിച്ചരണ്ടോണ്ടിരിക്കുക. ഞാൻ നിന്നെ അതിനൊന്നും ചെയ്തില്ലല്ലോ. ഞാൻ നിന്നെ വിളിക്കുന്നത് രാത്രിയുടെ ഭംഗി അല്ലെങ്കിൽ ഇരുട്ടിനും ഭംഗിയുണ്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാ. നിനക്കറിയോ, പകല് വെളിച്ചാണ് ഉണ്ടാവുക, അപ്പൊ നിനക്ക് നക്ഷത്രങ്ങൾ കാണാൻ പറ്റില്ലല്ലോ. രാത്രി ഇരുട്ടാണുള്ളത്. ഈ ഇരുട്ടിലല്ലേ നിനക്ക് നക്ഷത്രങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. അതെന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഇരുട്ട് നിന്നെ പേടിപ്പിക്കുക മാത്രമാണോ ചെയ്യുന്നേ? നിന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ കൂടിയില്ലേ. നീ എന്റെ കൂടെ വാ, നിന്റെ എല്ലാ പേടിയും മറികടക്കാനുള്ള വിദ്യ ഞാൻ പറഞ്ഞു തരാമെന്ന് മിസ്റ്റർ ഡാർക്ക് പറയുമ്പോൾ ആദ്യം ഒറിയോൺ സമ്മതിച്ചില്ല. ഇപ്പോഴാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത്, ഒറിയോൺ തന്റെ മകളായിട്ടുള്ള ഹെപ്പീഷയ്ക്ക് ഇതുപോലെ ഇരുട്ടിനെ പേടിയാണ്. അപ്പോ അവളുടെ പേടി മറികടക്കാൻ വേണ്ടി ഈ കഥ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോ ഇരുട്ടിന്റെ കൂടെ അച്ഛൻ പുറത്തോട്ട് പോയോ എന്ന് ഹെപ്പേഷ ചോദിക്കുമ്പോൾ അതേ മോളെ എന്ന് പറഞ്ഞ് ഒറിയോൺ ബാക്കി കഥ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുന്നു. മിസ്റ്റർ ഡാർക്കിന്റെ കൂടെ ഒറിയോൺ ചെയ്ത യാത്രയാണ് നമ്മൾ കാണുന്നത്. വെളിച്ചം മാഞ്ഞ് ഇരുട്ട് വരുന്ന സമയത്ത് എത്ര മനോഹരമാണ് ഈ ഭൂമി. മിന്നാമിനുങ്ങുകൾ പറക്കുന്നു, അതുപോലെ തന്നെ ഒരുപാട് ഫയർ വർക്കുകൾ കാണുമ്പോൾ അതും എന്ത് രസമുള്ള കാഴ്ചയാണ്. ഈ വെളിച്ചം തിളങ്ങുന്നത് പോലും ഇരുട്ടിലല്ലേ. ഇതൊന്നും കൂടാതെ നക്ഷത്രങ്ങള്. അപ്പൊ ഒറിയോൺ പറയും, എനിക്ക് മതി യാത്ര ചെയ്തേ, എന്നെ തിരിച്ച് വീട്ടിലാക്കൂ എന്ന്. അത് പറ്റത്തില്ല, 24 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഒരു സ്ഥലത്ത് ഇനിയും രാത്രി വരത്തുള്ളൂ. അപ്പോഴേ നിന്നെ നിന്റെ വീട്ടിലാക്കി കൊടുക്കാൻ എനിക്ക് സാധിക്കുള്ളൂ എന്ന് ഒറിയോൺ പറയുന്നു. ഇരുട്ട് പോയതിന് പിറകെയായിട്ട് വെളിച്ചം വരുന്നുണ്ട്, അതായത് മിസ്റ്റർ ലൈറ്റ്. അവൻ വലിയ അഹങ്കാരിയാണെന്നാണ് നമ്മുടെ ഇരുട്ട് പറയാറുള്ളത്. കാരണം ഇരുട്ടിനെ ഇങ്ങനെ കീറി മുറിച്ച് അവൻ വരുന്നത് നമ്മുടെ ഇരുട്ടിനൊട്ട് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒറിയോണിനോട് മിസ്റ്റർ ലൈറ്റിനെ പറ്റി അവനൊന്നും പറഞ്ഞു കൊടുത്തില്ല. പകരം ഇരുട്ടിന്റെ കൂട്ടാളികളെ പരിചയപ്പെടുത്തി കൊടുക്കാൻ കൊണ്ടുപോവാണ്. ഇരുട്ടിന് കൂട്ടാളികളുണ്ട്, അതായത് രാത്രി ഇരുട്ട് മാത്രമല്ലല്ലോ ഉള്ളത്. ഇനി ഓരോരുത്തരായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഇൻസോംനിയ, അതായത് നമ്മള് ഉറക്കത്തില് പേടിച്ചരളുന്ന അത്തരത്തിലുള്ള ഒരു അസുഖമുണ്ട്. പിന്നെ ഉറക്കം. ക്വയറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള നിശബ്ദത. ഇതൊന്നും കൂടാതെ ഭയങ്കരമായിട്ട് അവിടെയും ഇവിടെയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ശബ്ദങ്ങൾ കേൾക്കത്തില്ലേ, അത്. പിന്നെ സ്വപ്നം. ഇതൊക്കെയാണ് ഇരുട്ടിന്റെ കൂട്ടാളികളായിട്ടുള്ള രാത്രിയിലെ ബാക്കി പല കാര്യങ്ങളും.
ആ സമയത്ത് നമ്മുടെ ഒറിയോൺ വെളിച്ചത്തെ പറ്റി അന്വേഷിക്കുന്നുണ്ടെങ്കിലും ഇരുട്ടൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. പകരം ഇരുട്ടിന്റെ കൂട്ടാളികളെ പറ്റി പറഞ്ഞു കൊടുക്കാണ്. സ്ലീപ്പ് എല്ലാവരെയും ഉറക്കും. അതിനുവേണ്ടി അവള് പോയിട്ട് എല്ലാവരെയും കിസ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ ഇതൊരു അൺഹൈജീനിക് ആയിട്ടുള്ള കാര്യമാണെന്നാണ് ഒറിയോൺ പറയുന്നത്. ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാക്കലാണ് നമ്മുടെ ഇൻസോംനിയയുടെ പരിപാടി. നീ ഇങ്ങനെ ചെയ്യുന്നതും അത്ര നല്ല കാര്യമല്ല, അവര് പേടിച്ചു പോയാലോ എന്ന് ഒറിയോൺ അവരുടെ പ്രവൃത്തിയെയും കുറ്റം പറയുന്നുണ്ട്. ഇപ്പൊ തന്നെ സ്ലീപ്പിനും ഇൻസോംനിയയ്ക്കും നമ്മുടെ ഒറിയോണിനെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ ഡാർക്ക് ക്വയറ്റിന്റെ അടുത്തോട്ടാണ് ഒറിയോണിനെ കൊണ്ടുപോകുന്നത്. എല്ലാ ശബ്ദങ്ങളും വലിച്ചെടുത്ത് നിശബ്ദമാക്കി രാത്രിയെ വെക്കുമ്പോൾ ക്വയറ്റിനോട് ഒറിയോൺ പറയുന്നുണ്ട്, നീ ഇങ്ങനെ എല്ലാവരെയും നിശബ്ദമാക്കി വെക്കുന്നത് ശരിയല്ല എന്ന്. അതിനുശേഷം അൺവാണ്ടഡ് നോയ്സിന്റെ അടുത്തോട്ട് പോവാണ്. അതായത് രാത്രിയിൽ ഡോറ് തുറക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രം വെച്ചപ്പെടുക, ഇങ്ങനത്തെയൊക്കെ ശബ്ദം ഉണ്ടാവത്തില്ല, അതുണ്ടാക്കുന്നത് ഈ അൺവാണ്ടഡ് നോയ്സ് ആണ്. അപ്പൊ ഇവരുടെ ആരുടെയും പ്രവൃത്തി ഒറിയോണിന് ഇഷ്ടപ്പെട്ടില്ല. ഒറിയോൺ അതിനെയൊക്കെ വിമർശിച്ച് സംസാരിക്കുകയും ചെയ്തു. ശേഷം നല്ല സ്വപ്നങ്ങളുടെ അടുത്തോട്ടാണ് ഡാർക്ക് ഒറിയോണിനെ കൊണ്ടുപോകുന്നത്. ആർക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സ്വപ്നത്തിലൂടെ സാധിപ്പിച്ചു കൊടുക്കലാണ് സ്വീറ്റ് ഡ്രീംസിന്റെ പണി. പക്ഷേ നമ്മുടെ ഒറിയോൺ ഇപ്പൊ ഒരാളുടെ സ്വപ്നത്തിൽ കയറിയതും അവന്റെ പേടി ഉണ്ടാക്കിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു. ആ സ്വപ്നം അങ്ങനെ മാറി മറിഞ്ഞു പോവാണ്. നല്ലതായിരുന്ന സ്വപ്നം ആകെ മൊത്തം പ്രശ്നമായി തീർന്നു. ഡ്രീമിന് ഒറിയോണിനോട് ദേഷ്യം വരികയാണ്. നീ എന്താ എന്റെ ജോലിയെ തടസ്സപ്പെടുത്തുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പോഴേക്ക് ഒറിയോണിന്റെ മനസ്സിലുള്ള പേടികൾ പുറത്തോട്ട് വരാൻ തുടങ്ങി. ക്ലോസറ്റ് പൊട്ടിത്തെറിച്ച സുനാമി ഉണ്ടാവലും ജാക്ക് അവിടെ വന്ന് ഉപദ്രവിക്കലും ഒക്കെ ആയിട്ട് അവിടെ വലിയൊരു ബ്ലാക്ക് ഹോൾ ഉണ്ടാവുന്നുണ്ട്. അതിനുള്ളിലേക്ക് നമ്മുടെ ഒറിയോൺ ഇങ്ങനെ പോവാൻ തുടങ്ങാണ്. അപ്പോഴേക്ക് നമ്മുടെ ഡാർക്ക് വന്ന് അവനെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കാരണം ഡ്രീമിനിടയിൽ എന്തെങ്കിലും പറ്റിയാലും അവൻ ജീവനുള്ള ഒരു പയ്യനല്ലേ. ഡാർക്ക് അവനെ ഇക്കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതല്ലേ. അങ്ങനെ ഡാർക്ക് അവനെ രക്ഷപ്പെടുത്തി. എടാ മോനെ, നമ്മൾ എന്ത് കാര്യത്തെയും നോക്കി കാണുന്നതിലാണ് അതിന്റെ നന്മയും തിന്മയും ഇരിക്കുന്നത്. നമ്മൾ നല്ല കാര്യങ്ങൾ നോക്കിയാൽ മതി, നീ എന്തിനാ എല്ലാത്തിനെയും പേടിക്കുന്നേ എന്ന് പറഞ്ഞ് ഡാർക്ക് അവനെ സമാധാനപ്പെടുത്താണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോ ഒറിയോണിനോട് മകൾ ഇങ്ങനെ സംശയം ചോദിക്കുന്നുണ്ട്. അപ്പോ രാത്രി യാത്ര പേടിക്കേണ്ട കാര്യമില്ലെങ്കിൽ അച്ഛാ നമുക്കൊന്ന് പുറത്തോട്ട് ഇറങ്ങിയാലോ? അച്ഛൻ പറഞ്ഞു, ആ ശരി മോളെ, നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാം, പുറത്തൊക്കെ ഒന്ന് നടന്നിട്ട് വരാം എന്ന്. എന്നിട്ട് ബാക്കി കഥ കേൾക്കാമെന്നും പറയാണ്. അന്ന് രാത്രിയില് നമ്മുടെ ഒറിയോൺ ഡാർക്ക് ഇങ്ങനെ ഒരുപാട് സിനിമകൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. രാത്രിയുടെ മനോഹാരിത ഭയങ്കരമായിട്ട് അവൻ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ എന്തോ ചെയ്തു, ഈ രാത്രിയുടെ കൂട്ടാളികളുടെ അടുത്ത് പോയിട്ട് അവർ ചെയ്യുന്ന ജോലി കുറച്ചുകൂടെ നല്ലതാക്കി തീർക്കാൻ വേണ്ടി കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തു. ഉറങ്ങുമ്പോൾ അവരെ ഒന്ന് തലോടി കൊടുത്താൽ മതി. ഇൻസോംനിയുള്ള ആൾക്കാർക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടാണെങ്കിലും അവർ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെ പറ്റി പേടിപ്പിച്ചാൽ മതി. ക്വയറ്റ് ആയിട്ടിരിക്കേണ്ട കാര്യവും അൺവാണ്ടഡ് നോയ്സിന്റെ കാര്യവും പിന്നെ സ്വപ്നത്തിലും എല്ലാത്തിലും അവൻ അവൻ്റെതായിട്ടുള്ള കഴിവുകൾ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവർക്കിപ്പോൾ ഒറിയോണിനെ ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. കൂടുതൽ എങ്ങനെയാണോ മെച്ചപ്പെടേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തല്ലോ. പക്ഷെ ഡാർക്കിനോട് ഇപ്പോഴും കുട്ടികൾക്ക് വലിയ പേടിയാണ്. ഇരുട്ട് കണ്ട് പേടിക്കുന്ന ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ട ഡാർക്കിന് ഭയങ്കര സങ്കടമായി. ഒറിയോൺ പറഞ്ഞു, ഞാനും പണ്ട് അങ്ങനെ അല്ലായിരുന്നു, എനിക്കിതൊക്കെ അറിയുന്നതിന് മുൻപ് ഞാനും നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നില്ലല്ലോ, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല എന്നവൻ മറുപടി പറയാണ്. അവൻ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി പോകുമ്പോൾ ദേ അങ്ങ് അകലെ നിന്ന് ലൈറ്റ് വരാണ്. ഡാർക്കിന് ഭയങ്കര വിശ്വാസമായിരുന്നു ഒറിയോൺ തന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്ന്. പക്ഷെ അവൻ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ലൈറ്റ് ഇഷ്ടാട്ടോ എന്ന്. എന്നിട്ട് നമ്മുടെ ഡാർക്ക് അത് കേട്ട് സങ്കടപ്പെട്ട് അകത്തോട്ട് പോയപ്പോൾ ബാക്കിയുള്ള ഡാർക്കിന്റെ കൂട്ടാളികളോട് അവൻ പറയാണ്, നിങ്ങൾ ഡാർക്ക് സമയത്ത് ഇങ്ങനെ രാത്രി സമയത്ത് നിങ്ങൾ ഉണ്ടായിരിക്കുന്നത് കൊണ്ടാണ് ഭയങ്കരമായിട്ട് നിങ്ങൾ എല്ലാവരും പേടിക്കുന്നതെന്ന്. പിന്നീടുള്ള കഥ നമ്മുടെ ഒറിയോൺ നമ്മുടെ ഹൈപേഷ്യയ്ക്ക് പുറത്തിറങ്ങിയിട്ടാ പറഞ്ഞു കൊടുക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴും ഇരുട്ടിന് നമ്മുടെ ഒറിയോണിന് ചെറിയ പേടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോഴാണെങ്കിൽ സിറ്റിയിൽ ഫുള്ള് വെളിച്ചമാണ്. രാത്രി എന്ന് പറയുന്നത് അങ്ങനെ കാണാനേ കിട്ടാത്തൊരവസ്ഥയാണ്. ഇപ്പൊ നമ്മുടെ ഒറിയോന്റെ കഥയിലോട്ട് ഹൈപേഷ്യ പറയുന്നുണ്ട്, ഞാനും ഹെൽപ്പ് ചെയ്യാൻ വരാമെന്ന്. ഇവിടെ ആവട്ടെ നമ്മുടെ ഒറിയോന്റെ സുഹൃത്തുക്കളൊക്കെ തന്നെ ഇരുട്ടിന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങളെ കൂടെ എല്ലാവർക്കും പേടി എന്ന് കേട്ടപ്പോൾ വെളിച്ചത്തിന്റെ കൂടെ നിന്നാലോ എന്ന് മട്ടിൽ ചിന്തിക്കുകയാണ്. ഇത് കേൾക്കുന്ന ഇരുട്ടിന് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. നമ്മളെല്ലാവരും സുഹൃത്തുക്കളല്ലേ, നിങ്ങൾക്ക് എന്നെ വിട്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അവർ പ്രത്യേകിച്ചൊരു മറുപടിയും പറഞ്ഞില്ല. പിന്നീട് വെളിച്ചം വരികയാണ്. വെളിച്ചം വരുമ്പോൾ ഇരുട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ അവനെ കീറി മുറിച്ചിട്ട് വെളിച്ചം പോവും. അതുകൊണ്ട് ഇരുട്ടില്ലാതാവും. അതുകൊണ്ട് അവരവിടെ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ വെളിച്ചത്തെ കാത്തിരിക്കാമെന്നും വെളിച്ചത്തിൽ ജോലി ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാൻ വേണ്ടി ഇരുട്ടിന്റെ കൂട്ടാളികൾ മെനക്കെടുമ്പോൾ നമ്മുടെ ഒറിയോൺ അവരെ പിന്തിരിപ്പിച്ചു. ഇരുട്ടിന്റെ കൂടെ നിൽക്കുമ്പോഴാണ് നിങ്ങൾ നിങ്ങളായി മാറുന്നതെന്ന്. പക്ഷെ ഇരുട്ടിന്റെ കൂടെ നിന്നാൽ ഞങ്ങളെ ആർക്കും ഇഷ്ടപ്പെടില്ലല്ലോ, ഞങ്ങൾ വെളിച്ചത്തിന്റെ കൂടെ നിൽക്കാൻ പോവുക എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഇരുട്ടിന്റെ കൂട്ടാളികളായിട്ടുള്ള ഇൻസോംനിയ, ക്വയറ്റ്,
അതുപോലെ തന്നെ അൺവാണ്ടഡ് നോയ്സ്, സ്ലീപ്പ്, ഡ്രീം ഇവരെല്ലാവരും വെളിച്ചത്തിലേക്ക് പോവാണ്. തനിക്ക് കൂടെ ആരുമില്ല എന്ന് മനസ്സിലാക്കിയ ഇരുട്ടാവട്ടെ തന്നെ ആർക്കും വേണ്ട എന്ന് ഓർത്തിട്ട് സ്വന്തം ഇല്ലാതാവാൻ തന്നെ തീരുമാനിച്ചു. വെളിച്ചം വരുമ്പോൾ വെളിച്ചത്തെ കാത്ത് അവനും വരുന്നു. വെളിച്ചം എന്നിലൂടെ പോയി കഴിഞ്ഞാൽ ഞാനെന്ന വസ്തുത ഇല്ലാതായിക്കോളും, അങ്ങനെ ആയിക്കോട്ടെ എന്ന് തന്നെ നമ്മുടെ ഡാർക്ക് വിചാരിക്കുകയാണ്. ഒറിയോൺ അവന്റെ മനസ്സ് മാറ്റാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ രാത്രി ഇരുട്ട് മാത്രമായി കഴിഞ്ഞാൽ ആ ഒരു രാത്രി പൂർണ്ണമാവുന്നില്ല. ഈ ഉറക്കം, അതുപോലെ തന്നെ സ്വപ്നങ്ങള്, ഭയങ്കരമായിട്ടുള്ള നിശബ്ദത, അൺവാണ്ടഡ് ആയിട്ടുള്ള നോയ്സുകൾ, ഇൻസോംനിയ, ഇതൊക്കെ തന്നെ ആവശ്യമുള്ളതാണ് ഈ രാത്രിക്ക്. അങ്ങനെ ഇരുട്ടിലൂടെ വെളിച്ചം കടന്നു പോകുമ്പോൾ ഇരുട്ടില്ലാതാവുകയാണ്. ആ ഒരു കഥ അങ്ങനെ തീർന്നു എന്ന് ഒറിയോൺ ഹൈപേഷ്യയോട് പറയുമ്പോൾ അച്ഛൻ്റെ കഥ ഇങ്ങനെ തീരാനുള്ളതല്ല. അച്ഛൻ്റെ കഥയിലോട്ട് ഞാനൊരു ട്വിസ്റ്റ് കൊണ്ടുവന്നാലോ എന്ന് ചോദിക്കുകയാണ്. രാത്രിയുടെ മനോഹാരിത അങ്ങനെ തന്നെ നിലനിൽക്കണമെങ്കിൽ അച്ഛൻ്റെ കഥ നന്നായിട്ടിരിക്കണം. അതുകൊണ്ട് അച്ഛൻ്റെ ഈ കഥയിലോട്ട് ഞാൻ എൻ്റെ കുറച്ച് ഭാവന ആഡ് ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. ഇപ്പൊ പൂർണ്ണമല്ലാത്ത അച്ഛൻ്റെ കഥയിലോട്ട് ഞാൻ വരുവാണെങ്കിൽ അച്ഛനെ ഡാർക്കിനെ തിരികെ കൊണ്ടുവരാനായിട്ട് ഞാൻ സഹായിക്കുമെന്നും പറഞ്ഞ ഹൈപേഷ്യ അവൾ ഉണ്ടാക്കിയ ഒരു പാട്ടുപാടാണ്. ആ പാട്ടിനകത്തുണ്ടായിരുന്നത് രാത്രി ഇല്ലാതെ ഇരുന്നു കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് അത് എത്ര ബുദ്ധിമുട്ടാവും, ഇരുട്ടിനെ അവർ എത്രത്തോളം വെറുക്കും എന്നുള്ള കാര്യമായിരുന്നു. ഇത് മനസ്സിലാക്കിയ ഡാർക്കിന്റെ കൂട്ടാളികൾ എല്ലാവരും ഒറിയോണിനെ സഹായിക്കാനായിട്ട് വരുന്നു. ഡാർക്കിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഡ്രീമിനെ കൊണ്ട് സാധിക്കും. അതായത് ഒറിയോണിന്റെ ഉള്ളിൽ ഇപ്പോഴും ഡാർക്കിനോടുള്ള സ്നേഹമുണ്ട്. ഡ്രീം ഉപയോഗിച്ചിട്ട് ഒറിയോണിന്റെ ഉള്ളിലേക്ക് കടന്ന് ആ ഡാർക്കിനെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി ഒറിയോണിനെ ഉറക്കാൻ വേണ്ടിയാണ് ഇവരുടെ ശ്രമം. അതിനുശേഷം ഹൈപേഷ്യയും ഡ്രീമും കൂടെ ഒറിയോണിന്റെ ഉള്ളിലിരിക്കുന്ന ഡാർക്ക്, കാരണം ഡാർക്കിനോട് സ്നേഹമുണ്ട്, ഡാർക്കിനെ പേടിയുമായിരുന്നു അവന്, ഡാർക്കിനെ കാണുവാണ്. അപ്പോഴേക്കും അവന്റെ മറ്റു ചില പേടികൾ കാരണം അവിടെ ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ടാവുന്നുണ്ട്. ആ ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിലേക്ക് ഈ ഡാർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഡാർക്ക് എന്നേക്കുമായി അവന്റെ മനസ്സിൽ നിന്നും പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഈ ലോകത്തോട്ട് പിന്നീട് ഇരുട്ട് തിരിച്ചു വരത്തില്ല എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഒറിയോൺ അവൻ സ്വയം ധൈര്യം സംഭരിച്ച് നമ്മുടെ ഡാർക്കിനെ രക്ഷപ്പെടുത്താനായിട്ട് പോകുന്നു. അങ്ങനെ ഡാർക്കിനെ അങ്ങനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവനെ ഉണർത്തേണ്ട ഒരു കടമയുണ്ട്. ഉടനെ തന്നെ ഡ്രീം പുറത്തോട്ട് വന്നിട്ട് ഒറിയോണിനെ ഉണർത്താൻ വേണ്ടിയിട്ട് എല്ലാവരോടും പറയാണ്. എല്ലാവരും ശ്രമിച്ചു, പക്ഷെ ഒറിയോൺ എണീക്കുന്നുണ്ടായിരുന്നില്ല. അന്നേരം ക്വയറ്റ് എല്ലാവരോടും മിണ്ടാതിരിക്കാൻ പറഞ്ഞ് നമ്മുടെ ഒറിയോണിന്റെ ചെവിയിൽ വന്ന് പറഞ്ഞു, ഡാർക്കിനെ തിരികെ കിട്ടണമെങ്കിൽ നീ ഇപ്പൊ എണീക്കണം, എണീറ്റില്ലെങ്കിൽ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഡാർക്കിനെ നിനക്ക് ഒരിക്കലും നേടാൻ സാധിക്കത്തില്ല എന്ന്. ഒറിയോൺ അപ്പോഴേക്ക് എണീക്കാണ്. അവന്റെ മനസ്സിലുണ്ടായിരുന്ന ഡാർക്ക് പുറത്തേക്ക് വരുന്നു. തന്നെ തിരികെ കൊണ്ടുവരാൻ സഹായിച്ചതിന്റെ പേരിൽ ഒറിയോണിനോട് ഡാർക്ക് ഒരുപാട് നന്ദി പറഞ്ഞു. അങ്ങനെ തന്നെ വെറുക്കുന്ന ലോകം എന്ന് വിശ്വസിക്കുന്ന ഈ ലോകത്തോട്ട് ഡാർക്ക് ചെല്ലുമ്പോൾ വെളിച്ചത്തെ വെറുക്കുന്ന ഒരു ലോകത്തെയാണ് നമ്മുടെ ഡാർക്കിന് അവിടെ കാണാൻ സാധിക്കുന്നത്. വെളിച്ചത്തെ പോലെ തന്നെ ഇരുട്ടിനെയും ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ഡാർക്കിന് മനസ്സിലാവാണ്. ഈ വസ്തുത തന്നെ മനസ്സിലാക്കി തന്നതിന്റെ പേരിൽ ഒറിയോണിനോടും ഹൈപേഷ്യയോടും നന്ദി പറഞ്ഞ് അവരെ അവരുടെ വീട്ടിലേക്ക് നമ്മുടെ ഡാർക്ക് ആക്കി കൊടുക്കുമ്പോൾ തന്റെ പേടിയെല്ലാം മാറ്റിയതിന്റെ പേരിൽ ഒറിയോൺ നമ്മുടെ ഡാർക്കിനോടും നന്ദി പറയുന്നു. പക്ഷെ ഒരു പ്രശ്നം പറ്റി. ഇപ്പൊ നമ്മുടെ ഒറിയോൺ കൊച്ചു കുഞ്ഞാണ്. ഒറിയോന്റെ മകളായിട്ടുള്ള ഹൈപേഷ്യയെ കാണുമ്പോൾ ഒറിയോന്റെ അച്ഛനും അമ്മയും ഇത് ആരാന്ന് ചോദിക്കാണ്. അവൾ എന്റെ സുഹൃത്തായെന്ന് ഒറിയോൺ മറുപടി പറഞ്ഞെങ്കിലും ഒരു ടൈം മെഷീൻ ഉണ്ടെങ്കിലല്ലേ ഇപ്പൊ ഹൈപേഷ്യയെ 20 വർഷങ്ങൾക്ക് ശേഷമുള്ള ലോകത്തേക്ക് ഒറിയോൺ അയക്കാൻ സാധിക്കുള്ളൂ. അപ്പോഴാണ് ടൈക്കോ എന്ന പയ്യൻ അവിടേക്ക് ടൈം മെഷീനുമായിട്ട് വരുന്നത്. അങ്ങനെ ടൈക്കോയുടെ സഹായത്തോടു കൂടി ഇപ്പോൾ ഒറിയോൺ ഹൈപേഷ്യയെ അവളുടെ ഇപ്പോഴത്തെ ടൈം ലൈനിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഒറിയോൺ എന്ന അച്ഛന് ടൈക്കോയെ അറിയായിരുന്നു. അപ്പോൾ ഈ ഒരു കഥ ഇങ്ങനെ പര്യവസാനിക്കുകയാണ്. നമ്മുടെ ഹൈപേഷ്യ അവളുടെ ടൈം ലൈനിലോട്ട് എത്തി, ഒറിയോണിന്റെ പേടിയെല്ലാം മാറി, അങ്ങനത്തെ ഒരു ഇതിൽ അവസാനിക്കുകയാണ്. പിന്നീടാണ് ഈ ടൈക്കോ ആരാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഹൈപേഷ്യ തന്റെ മകനായ ടൈക്കോയോട് ഈ കഥ പറയുമ്പോൾ അവനാണ് ഈ കഥയ്ക്ക് ഇങ്ങനെ ഒരു പൂർണ്ണരൂപം കൊടുത്തിട്ടുണ്ടായിരുന്നത്. വയസ്സായ നമ്മുടെ ഒറിയോണോട് ഗുഡ് നൈറ്റും പറഞ്ഞ് ഹൈപേഷ്യ അകത്തോട്ട് പോകുമ്പോൾ ഒറിയോണിന്റെ ഭാര്യ അടുത്തിരുന്ന് വന്ന് ഇവരുടെ രണ്ടുപേരും കൂടെ രാത്രിയുടെ മനോഹാരിത ആസ്വദിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുകയാണ്. ഒറിയോൺ തന്റെ പേടിയെ മറികടന്നതിന് ശേഷം ഷെല്ലിയോട് ഇഷ്ടം തുറന്നു പറയുകയും അവളെ തന്നെ കല്യാണം കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത്തരത്തില് നല്ലൊരു സീനോട് കൂടി തന്നെയാണ് 2024 പുറത്തിറങ്ങിയ ഒറിയോൺ ആൻഡ് ദ ഡാർക്ക് എന്ന മനോഹരമായ ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഇതും റീസെന്റ് ആയിട്ട് റിലീസായിട്ടുള്ള ഒരു ഫിലിമാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, നമ്മളോട് റൂഹ്
423 എന്ന ഐഡിയിൽ നിന്ന് ആണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഈ മൂവീസിന്റെ കാര്യം. ഒന്നാമത് നമ്മുടെ ടൈഗേഴ്സ് അപ്രന്റീസ്, പിന്നെ നമ്മുടെ ഒറിയോൺ ആൻഡ് ദ ഡാർക്ക്. ഈ 2 മൂവീസും ആള് സജസ്റ്റ് ചെയ്ത് തന്നതാണ്. സോ ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. നമ്മൾ വിട്ടുപോയിട്ടുള്ളതാണെങ്കിൽ കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഇത്രയും നല്ല സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ടല്ല നിങ്ങൾക്ക് നമ്മളോട് ഈ ഒരു മൂവി ഓർമ്മിപ്പിക്കാനായിട്ട് തോന്നിയത്. ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെന്താ, ഈ ഒരു മൂവിയുടെ മെസ്സേജ് എന്ന് പറയുന്നത്, നമുക്കൊരു പേടി ഉണ്ടെങ്കിൽ അത് അനുഭവിക്കുക, അല്ലെങ്കിൽ അത് നേരിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ പേടി മാറും എന്നുള്ളതാണ്. പിന്നെ എല്ലാ കാര്യത്തെയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ പേടിയുള്ള കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുക, അതോടെ ആ പേടി മാറും എന്നുള്ളതാണ് ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ എന്താ, അധികമായി കഴിഞ്ഞാൽ എല്ലാം തന്നെ നമുക്കത് ഭാരമായി തീരും. നമ്മൾ ഓർക്കാണ്, ഉറക്കം ഇഷ്ടപ്പെടുന്നവർ രാത്രി ഒരുപാട് വേണം എന്ന് വിചാരിക്കുകയാണ്. അല്ലെങ്കിൽ അധികം നൈറ്റ് ടൈം ഇഷ്ടമില്ല, ഡേ ടൈം ഇഷ്ടമുള്ളവരാണെങ്കിൽ വിചാരിക്കുകയാണ് രാത്രി ഇച്ചിരി മതി, എന്നാൽ ആ സമയം കൂടെ പകലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ എൻജോയ് ചെയ്ത് നടക്കാമായിരുന്നു. പക്ഷേ എല്ലാം തന്നെ ബാലൻസ് ആയി വരുമ്പോഴേ അതിൻ്റെ ആ ഒരു ഭംഗിയുള്ളൂ. ഒരുപാട് സമയം പകലാണെങ്കിൽ നമ്മൾ ഭയങ്കര ടയേർഡായി പോകും, എന്നാൽ ഒരുപാട് സമയം രാത്രിയാണെങ്കിലോ നമുക്ക് ഉറങ്ങി മതിയാവും. അപ്പോൾ ബാലൻസ് ആയി വരുമ്പോഴേ അതിൻ്റെ സൗന്ദര്യമുള്ളൂ. പിന്നെ പേടിയെ മറികടക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ആ പേടിയുള്ളത് എന്താണോ അതിനെ ഫേസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. സോ ഇങ്ങനത്തെ 2 അടിപൊളിയായിട്ടുള്ള മെസ്സേജാണ് നിങ്ങൾക്ക് ഈ ഒരു മൂവിയിലൂടെ കിട്ടുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂട്ടുകാരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാട്ടോ. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ കൂട്ടുകാർക്ക് അറിയാലോ, നമ്മൾ 2 വീഡിയോസ് ആണ് ഡെയിലി ഇടാറുള്ളത്. അതിലൊരു വീഡിയോ കുങ്ഫു പാണ്ടയുടെ വീഡിയോ ആയിരിക്കും. കുങ്ഫു പാണ്ടയുടെ സീരീസ് ആയിരിക്കും വീഡിയോ ആക്കി ഇടുന്നത്. സോ നമ്മളിപ്പോൾ ചെയ്യുന്നത് കുങ്ഫു പാണ്ട ലെജൻഡ്സ് ഓഫ് ഓസംനെസ് എന്ന് പറയുന്ന സീരീസ് ആണ് നമ്മുടെ മെയിൻ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേറൊരു സീരീസ് നമ്മുടെ സെക്കൻഡറി ചാനലിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ കുങ്ഫു പാണ്ടയുടെ എപ്പിസോഡിൽ തന്നെ ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിലിംഗ് പറയാമെന്ന് വിചാരിക്കുകയാണ്. സോ അങ്ങനത്തെ കുങ്ഫു പാണ്ട സീരീസ് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും നമ്മുടെ സെക്കൻഡറി ചാനൽ ഒന്ന് നോക്കി വയ്ക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമന്റ്സ് ആയിട്ട് അറിയിക്കുക. വീഡിയോക്കിടയിൽ ഹായ് വേണ്ട കൂട്ടുകാർ കമന്റ് സെക്ഷനിൽ പേരുകൾ കമന്റായി ഇടുക. ബർത്ത്ഡേ വിഷസുകൾ അറിയിക്കാനുള്ള കൂട്ടുകാർ ബർത്ത്ഡേ എന്നാണെന്ന്, ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആളുടെ പേരെന്താണെന്ന് ബർത്ത്ഡേയുടെ 1 വീക്ക് മുൻപെങ്കിലും കമന്റ്സ് ആയി പറയാം കേട്ടോ. ഒത്തിരി കൂട്ടുകാർ കുറേ നാളുകൾക്ക് ശേഷം വരുന്ന ജൂലൈ, ഓഗസ്റ്റ് ആ ഒരു സമയത്തൊക്കെ വരുന്ന ബർത്ത്ഡേസ് പറയാറുണ്ട്. അത്രയും ലോങ് ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ സമയത്തേക്ക് വിട്ടുപോകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് നല്ലതായിരിക്കും. ഇടയ്ക്കിടയ്ക്കെന്നല്ല, ബർത്ത്ഡേയുടെ ആ ഒരു അടുത്ത സമയത്തൊക്കെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നത് നല്ലതായിരിക്കും, നമ്മൾ വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. നമുക്ക് നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.